കുറെ നാളുകളായിട്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഞാൻ പണ്ട് ചാനൽ ചർച്ചകളിലൊക്കെ ഇടയ്ക്ക് ആളെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. നന്നായി സംസാരിക്കും, അവതരിപ്പിക്കാനുള്ള പോയിന്റ് വളരെ ക്ലാരിറ്റിയോടുകൂടി പ്രസന്റ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള ആളെ ആരായാലും നോട്ടീസ് ചെയ്യും. പിന്നെ വളരെ സുമുഖനാണ്, ഒരു നിഷ്കളങ്കമായിട്ടുള്ള മുഖം, ഇതൊക്കെ ഏത് സ്ത്രീകളെയും ആകർഷിക്കാൻ പോകുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെയോ ഒന്നും ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. ബിക്കോസ് പൊളിറ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പാർട്ടികൾക്കും ഇങ്ങനെ പറയാൻ ഓരോ കഥകളുണ്ടാവും. സ്ത്രീപീഡന കേസുകളും അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളും ചതിയോ വഞ്ചനയോ എല്ലാ കേസുകളും ഏത് പാർട്ടിയിൽ നോക്കിയാലും ഉണ്ടാവും. ഈ ഒരു പാർട്ടിയെ മാത്രം ഞാൻ സ്പെസിഫിക് ആയിട്ട് കുറ്റപ്പെടുത്തുന്നില്ല. ഒരാളുടെ ലൈംഗികത അല്ലെങ്കിൽ ലൈംഗിക ജീവിതം എന്ന് പറയുന്നത് അയാളുടെ പേഴ്സണൽ തിങ് ആണ്. നമുക്കൊരിക്കലും അതിൽ തലയിടാൻ അവകാശമില്ല. പക്ഷേ ഇത് സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ ഹീസ് എ പബ്ലിക് ഫിഗർ, ഹീസ് എ പൊളിറ്റീഷ്യൻ. പൊതുസേവന രംഗത്ത് ഇറങ്ങുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ വ്യക്തി ജീവിതം ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ഒരിക്കലും അവർക്ക് ഒളിക്കാനൊന്നും ഉണ്ടാവരുത്. കാരണം അവർ അത്രയും അവരുടെ ജീവിതം സമൂഹത്തിനായിട്ട് സമർപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ കൊടുക്കുന്ന ബഹുമാനമാണ് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലുള്ളത്. അതിന് അർഹതപ്പെട്ട ഒരു വ്യക്തി ആവണം എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം ട്രാൻസ്പെറന്റ് ആയിരിക്കണം, ഒരു തുറന്ന പുസ്തകമായിരിക്കണം. കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് വെച്ചിട്ട് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ബിക്കോസ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ടിക്കാണ് ഡാമേജ് ഉണ്ടാക്കുക. ആളെ പറ്റിയിട്ടുള്ള കേസുകളൊക്കെ അത്ര വിചിത്രമായ കേസുകളാണ്. പല സ്ത്രീകളുമായിട്ടും ലൈംഗിക ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും എനിക്ക് ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ടി വരില്ല. പക്ഷെ ആൾക്ക് എതിരെ ഉന്നയിച്ചിരിക്കുന്ന കംപ്ലൈൻറ്റ്സ് ആണ് വിചിത്രമായിട്ടുള്ളത്. നിർബന്ധിച്ച് ഗർഭധാരണം നടത്തുക, എന്നിട്ട് ഗർഭഛിദ്രം നടത്തുക എന്ന് പറയുന്നത് ഒരിക്കലും ബീങ് എ ഡോക്ടർ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ബീങ് എ ഡോക്ടർ എന്ന് മാത്രമല്ല, ഒരു മനുഷ്യജീവി എന്ന നിലയിൽ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്ന വ്യക്തിയെ എതിർക്കുന്നത്. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ആള് എതിർചേരിയിലാവുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ ഇവിടെ രാഷ്ട്രീയമോ മറ്റൊന്നും വിഷയമല്ല. മനുഷ്യത്വം മാത്രമാണ് ഇവിടെയും ഞാൻ വിഷയമാക്കുന്നത്. മനുഷ്യത്വപരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ്. അതുകൊണ്ട് തന്നെ ആൾക്ക് രാഷ്ട്രീയ ജീവിതം നയിക്കാനുള്ള അർഹതയില്ല. പക്ഷേ കേരളത്തിൽ ആള് രക്ഷപ്പെടും. ബിക്കോസ് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഇതാണ് എൻ്റെ ടേക്ക്. ഇതിൽ നിങ്ങൾക്ക് വിവാദമാക്കാനോ കമന്റ്സുകൾ ഇടാനോ ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. എന്നെ വ്യക്തി അധിക്ഷേപം നടത്തുന്നവരും ഉണ്ടാവാം. അത് എനിക്ക് തൽക്കാലം ഒന്നും പറയാനില്ല. അതിന് കമന്റ്സിനൊന്നും റിപ്ലൈ കൊടുക്കുന്നതല്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ മറ്റെന്തെങ്കിലും വിഷയമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.